ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഓണം സീരീസ് ഹെയർ ബാൻഡ് മേക്കിങ്ങിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഹെയർ ബാൻഡും അതിന് മാച്ചായിട്ടൊരു ടിക്കുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ടിഷ്യൂവിൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഒരു പീസ് ടിഷ്യൂവിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റോൺ ഷീറ്റ് എടുത്തിട്ടുണ്ട് സിൽവർ കളറ്, പിന്നെ സാറ്റിൻ കവേർഡായിട്ടുള്ള ബോയും, പിന്നെ നമ്മുടെ കുറച്ച് കുന്തൻ സ്റ്റോണും ആണ് കേട്ടോ. ഒരു ഓവൽ ഷേപ്പും റൗണ്ട് ഷേപ്പുള്ള കുന്തൻ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അരികൊക്കെ നമുക്കൊന്ന് ഉരുക്കി കൊടുക്കണം. ഞാനതിവിടെ കാണിച്ചിട്ടില്ല, ഒന്ന് സൈഡൊന്ന് ഉരുക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് രണ്ട് സൈഡിൽ നിന്ന് നമ്മളൊന്ന് മടക്കി വെക്കണം. ഇവിടെ കറണ്ട് ഉണ്ടായില്ല, ഞാനത് കാരണം അതൊന്ന് അയൺ ചെയ്തിട്ടില്ല കേട്ടോ. അതൊന്ന് അയൺ ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്തതാണ്, ഓണം സെലിബ്രേഷന് വേണ്ടി ഇടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഓണം സീരീസിൽ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് വീണ്ടും സൈഡിൽ നിന്ന് നമ്മളൊന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിലെ ക്ലോത്ത് ഇരിക്കണം കേട്ടോ, അപ്പോഴാണ് അതൊരു ഭംഗിക്ക് നിൽക്കുകയുള്ളൂ. ഇതിന് ശേഷം നമുക്ക് ഈ സൈഡിൽ നിന്നൊന്ന് സൂചി കോർത്തെടുത്തിട്ട് ജസ്റ്റ് ഒന്നൊരു കെട്ടിട്ട് കൊടുക്കുക. ആ നൂലിൻ്റെ ഇടയ്ക്കൂടെ സൂചി ഒന്ന് കോർത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കെട്ടാവും. അതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് സെൻറ്ററിലൂടെ കോർത്തെടുക്കാം. ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ നമുക്കിതിനൊന്ന് കോർത്തെടുക്കാം. ഇതുപോലെ കോർത്തതിന് ശേഷം ആ സൂചി ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ഒരു ബോ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് ചുറ്റി കെട്ടി കൊടുക്കാം. നന്നായിട്ട് ഒരു 2-3 ചുറ്റി ചുറ്റിയതിന് ശേഷം അതിൻ്റെ ബാക്കിലായിട്ട് സൂചി ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നൂല് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മുടെ ബോ നമുക്ക് ഹെയർ ബാൻഡിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഗ്ലൂ കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ തുന്നി കൊടുക്കുകയാണ്, കാരണം എൻ്റെ മോളെ സംബന്ധിച്ച് അവൾ ഇതിൻ്റെ പപ്പും ചിറകും കിട്ടുമ്പോഴേക്കും പറിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് തുന്നി കൊടുക്കുകയാണ് കേട്ടോ, പെട്ടെന്ന് വിട്ടു പോരാതിരിക്കാനായിട്ട്. നമ്മൾ സെയിൽ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ തുന്നി കൊടുക്കായിരിക്കും നല്ലത്, കാരണം കുട്ടികളൊക്കെ പെട്ടെന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് പെട്ടെന്ന് കളയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുന്നി കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ ഇരുന്നോളും. ഇനി ഇതുപോലെ നമ്മൾ സാറ്റിൻ ബോയിലേക്ക് തുന്നി കൊടുക്കുകയാണ്. രണ്ട് സൈഡിൽ നിന്നും തുന്നിയെടുക്കുന്നുണ്ട്. ബോയിലൂടെ കോർത്തെടുത്തിട്ട് നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് തുന്നി കൊടുക്കുക കേട്ടോ. സാറ്റിൻ കവേർഡ് ആയതുകൊണ്ടാണ് നമുക്ക് തുന്നാൻ പറ്റുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഗോൾഡൻ കളറ് മെറ്റൽ ബോയൊക്കെ ആണെങ്കിൽ നമുക്ക് പശ തന്നെ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ബാക്കിൽ നമ്മൾ ക്യാൻവാസിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ക്യാൻവാസിൻ്റെയോ അല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റോ ഒക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് തുന്നിക്കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് റൗണ്ട് ചെയ്ത് കെട്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോഴേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ടും സ്ഥിരം കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റാണ് നമ്മുടെ സപ്പോർട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ബോ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് റൗണ്ട് ചെയ്തൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഒന്ന് കെട്ടിട്ടതിന് ശേഷം നമുക്ക് നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓണം സീരീസ് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോ നമ്മുടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇനി 3 വീഡിയോയും കൂടി കഴിഞ്ഞാൽ നമ്മളത് കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഹെയർ ബാൻഡിൻ്റെ ഓണം സീരീസ് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. 2 വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഹെയർ ബാൻഡിൻ്റെയും കൂടി വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ എന്നാൽ 1-2 അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി ഞാനിപ്പോൾ ഇന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇത് നമുക്ക് 3ാമത്തെ വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ കംപ്ലീറ്റായി നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫെൽറ്റ് ഷീറ്റോ ക്യാൻവാസ് ഷീറ്റോ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഇനി സ്റ്റോൺ ഷീറ്റ് എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് എത്ര നീളം വേണമെന്നൊന്ന് നോക്കുക ചുറ്റി. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറോ 3 ലെയറോ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇവിടെ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഗ്ലൂ കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിന് ശേഷം ബാക്കൊന്ന് ഞാൻ തുന്നിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്ലൂ മാത്രമാകുമ്പോൾ ചിലപ്പോൾ അത് നിൽക്കാൻ ഇത്തിരി ഒരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാനതിൻ്റെ ബാലൻസ് ഒന്ന് നിൽക്കുന്നുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇതിന് ശേഷം ഇതൊന്ന് ചുറ്റി പിടിച്ചിട്ട് നമുക്ക് ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കാം. B6000 ഗ്ലൂ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഒട്ടുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ സ്റ്റോൺ ഷീറ്റ് ആയ കാരണമാണ് അതിൻ്റെ ബാക്കൊന്ന് ഒട്ടിപ്പിടിക്കാത്തൊരു ടൈം എടുക്കും. അപ്പോൾ ഞാനതൊന്ന് തുന്നിയും കൊടുക്കുന്നുണ്ട്. ബാക്കിലും ഗ്ലൂ കൊടുത്തൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ നൂല് വെച്ചൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഓണം സെലിബ്രേഷനൊക്കെ അല്ലേ.
അപ്പോൾ ഒന്ന് ഹെവി ആയിട്ട് തന്നെ ചെയ്ത് കൊടുത്തതാണ്. ഇത് കണ്ടിട്ട് 2-3 ഓർഡർ എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓണം വരികയാണല്ലോ, നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിന് വേണ്ടി വാങ്ങിച്ച തുണിയല്ല കേട്ടോ, അത് മോൾക്ക് ഓണത്തിന് ഇടാനായിട്ട് പട്ടുപാവടയ്ക്ക് വേണ്ടി എടുത്ത തുണിയാണ്. അതിൻ്റെ ബാലൻസ് പീസ് വെച്ചിട്ടാണ് ഞാൻ ഇത് വർക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലും പട്ടുപാവാടയ്ക്കൊക്കെ കുട്ടികൾക്ക് വേണ്ടി നമ്മളെടുത്ത തുണിയുടെയൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാച്ച് ചെയ്ത് ഇതുപോലെയുള്ള ബോസൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതാ ഇതുപോലെ ആ ഗ്ലൂ കൊടുത്ത കാരണം കുറച്ചൊന്ന് സൂചി വലിഞ്ഞ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് ടൈറ്റ് ചെയ്ത് വലിച്ച് പിടിക്കണം, എന്നാലും അത് നന്നായിട്ട് ഉറച്ചിരുന്നോളും നമ്മൾ തുന്നാണെങ്കിൽ. ആ ബീഡ് വരുന്നതിൻ്റെ ഗ്യാപ്പിലൂടെ കോർത്തെടുക്കുക. സ്റ്റോൺ വരുന്നതിൻ്റെ ബീഡല്ല, സ്റ്റോൺ വരുന്നതിൻ്റെ ഗ്യാപ്പിലൂടെ കോർത്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം കിട്ടും. നമുക്കതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് തുന്നി ഒന്ന് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാനത് നന്നായിട്ട് ഉറച്ചിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കെട്ട് പണയാണ്ട് തന്നെ ചെയ്തെടുക്കാൻ നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. ഇതുപോലെയാണ് നമുക്കത് ഫൈനലായിട്ട് കിട്ടുക തുന്നി കഴിയുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കുന്തൻ സ്റ്റോണൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മോളുടെ പട്ടുപാവാടയുടെ ബ്ലൗസിന് മാച്ച് ചെയ്ത കളർ കുന്തൻ സ്റ്റോണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സെൻറ്ററിലായിട്ട് വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക. ചുറ്റും മജന്ത സ്റ്റോണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്ലൗസിൻ്റെ കളർ അതായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഞാൻ ചെയ്ത വീഡിയോ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. സെൻറ്ററിൽ ആ ഒരു സ്റ്റോൺ ഒട്ടിച്ചത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് 2 സ്റ്റോൺ ഒട്ടിക്കുന്നത് ഒരുമിച്ച് കാണുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ചുറ്റും നമ്മുടെ മജന്ത കളർ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം 4 വശത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റ് ഒരു ഷേപ്പിന് കിട്ടും. അപ്പോൾ 2 സൈഡിലേക്കും ഒരേപോലെ അതിൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ ഗ്യാപ്പും കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിലെ സ്റ്റോൺ ഒട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും. ആ കളർ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് ഉണ്ട്. പക്ഷേ വീഡിയോയിലെ കളർ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ഒരു ഡാർക്ക് ഷെയ്ഡ് വരികയാണ്. അതെന്താണെന്നൊക്കെ അറിയുന്നില്ല, ഞാനത് എന്തോരം എഡിറ്റ് ചെയ്തിട്ടും അത് ശരിയാവുന്നില്ല. അപ്പോൾ നമുക്ക് ചുറ്റും ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ചൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് കൈ വെച്ചൊന്ന് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുവരെ അതങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം കൈ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സൈഡും നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഞാനൊരു 4 കുന്തൻ സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് ഹെവി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രമായിട്ടും നമുക്ക് ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ആ ഒരു ഫ്ലവറിൽ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഐഡിയാസിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ജാസ്മിൻ ബഡ്സോ പോളൻസോ ഒക്കെ വെച്ച് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യുക. അതുപോലെ സെൻറ്ററിൽ ആദ്യം ചെയ്ത പോലെ ആ വൈറ്റ് സ്റ്റോണും കൂടി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഹെയർ ബാൻഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ ഫൈനൽ ലുക്ക് ഇതെങ്ങനെയാണ്, നല്ല ഭംഗിയുണ്ട്, ആ കളറ് നല്ല രസമായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടിക്കും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്തെടുത്ത പോലെ തന്നെ ബോ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമ്മുടെ ക്യാൻവാസിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ടിക്കിൻ്റെ ആ ഒരു അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഈ ബോ നമുക്കതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ടിക്കിലേക്ക് ഡയറക്റ്റ് തുണി വെച്ച് കൊടുത്താൽ ചിലപ്പോൾ അത് നിൽക്കില്ല, പെട്ടെന്ന് വിട്ടുപോകും. അതുകൊണ്ടാണ് ആ ഒരു പീസ് ക്യാൻവാസിൻ്റെ ഷീറ്റ് കൊടുത്തത്. നമ്മൾ ആദ്യം ഹെയർ ബാൻഡിലേക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഈ ബോയും ചെയ്തിരിക്കുന്നത്. ലെങ്ത്ത് കുറച്ചേ ഉള്ളൂ കേട്ടോ ക്ലോത്തിൻ്റെ. ഇനി സെൻറ്ററിൽ ഒരു കട്ട് പീസ് സ്റ്റോൺ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കുന്തൻ സ്റ്റോൺ തന്നെ സൈഡിൽ 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു 2 സൈഡിൽ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ. താഴ്ഭാഗത്ത് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ചെറിയ ബോയല്ലേ, അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെവി ആവും, അല്ലാണ്ട് ഹെവി ആവും. അപ്പോൾ അതുകൊണ്ട് താഴ്ഭാഗത്ത് ചെയ്യുന്നില്ല, ബോയുടെ 2 സൈഡിലാണ് ചെയ്യുന്നത്. അതിന് ശേഷം സ്റ്റോൺ ഷീറ്റ് ഒന്ന് ടിക്കിൻ്റെ ചുറ്റും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുക. ഞാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സ്റ്റോൺ മാത്രം ചെയ്യാമെന്ന് വെച്ചിട്ടാവും തുടങ്ങുക. പക്ഷേ ചെയ്ത് വരുമ്പോൾ ഞാൻ അതിൽ പിന്നെ എൻ്റെ കലാപരിപാടികൾ കുറേ കൊണ്ടുവരും. അത് ഏതൊരു വർക്കായാലും അതെ കേട്ടോ, എംബ്രോയിഡറി ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റോൺ ചെയിൻ ഇവിടെ ഒട്ടിക്കുന്നത് ഞാൻ അങ്ങനെ ഒന്നും ഐഡിയ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അതും കൂടി ചെയ്താൽ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടാവും. അങ്ങനെ അത് ഒട്ടിച്ചു കൊടുത്തതാണ് കേട്ടോ. നിങ്ങൾക്കും അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അങ്ങനെയാണ്, എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഡിസൈൻ മനസ്സിലൊക്കെ കാണുകയും വരയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ചെയ്ത് അതിങ്ങനെ ഹെവി ആക്കി കൊണ്ടുവരും. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. അങ്ങനെ ടിക്കും റെഡി ആയിട്ടുണ്ട്. ഇതാണ് 2ൻ്റെയും ഫൈനൽ ലുക്ക് വരുന്നത്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.